Good morning. Dividend decision വീഡിയോ 2 ആണ്. വീഡിയോ 1 കാണാത്തവർക്കും വീഡിയോ 2 മനസ്സിലാവും. അതായത് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, കമ്പനീൻ്റെ പ്രോഫിറ്റിൻ്റെ ലാഭത്തിൻ്റെ വിഹിതം ഷെയർ ഹോൾഡേഴ്സിന്, അതായത് കമ്പനീൻ്റെ റിയൽ ഓണേഴ്സായ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിനെയാണ് ഡിവിഡൻഡ് എന്ന് പറയുക അല്ലേ. കമ്പനീൻ്റെ ഡിവിഡൻഡ് പോളിസി അനുസരിച്ചിരിക്കും എത്ര ശതമാനം ഡിവിഡൻഡ് കൊടുക്കുന്നു, പ്രോഫിറ്റിൻ്റെ എത്ര ശതമാനം ഡിവിഡൻഡായി കൊടുക്കുന്നു, എത്ര ശതമാനം കൊടുക്കാതെ റീറ്റെയിൻ ചെയ്യുന്നു, കമ്പനിയിൽ ബിസിനസ്സിൽ തന്നെ റീറ്റെയിൻ ചെയ്യുന്നു റിസർവ് ആയിട്ടെന്ന് തീരുമാനിക്കുന്നത് കമ്പനീൻ്റെ ഡിവിഡൻഡ് പോളിസി അനുസരിച്ചിരിക്കും അല്ലേ. അപ്പോൾ കമ്പനീൻ്റെ ഡിവിഡൻഡ് ഡിസിഷൻ ഫേമിൻ്റെ വാല്യൂവിനെ എങ്ങനെ ബാധിക്കുന്നു? രണ്ട് സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട്. ഒരു സ്കൂൾ ഓഫ് തോട്ട് പറയുന്നത് കമ്പനീൻ്റെ ഡിവിഡൻഡ് ഡിസിഷൻ എന്താണെങ്കിലും എങ്ങനെയാണെങ്കിലും അത് കമ്പനീൻ്റെ ഫേമിൻ്റെ വാല്യുവേഷനെ ബാധിക്കുന്നേ ഇല്ല എന്നാണ് ഒരു സ്കൂൾ ഓഫ് തോട്ട് പറയുന്നത്. എന്നാൽ മറ്റൊരു സ്കൂൾ ഓഫ് തോട്ട് പറയുന്ന കമ്പനിയുടെ ഡിവിഡൻഡ് ഡിസിഷൻ അനുസരിച്ചാണ് ഫേമിൻ്റെ വാല്യൂ മാറുന്നത് എന്നാണ് മറ്റൊരു സ്കൂൾ ഓഫ് തോട്ട് പറയുന്നത്. രണ്ട് സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട്. തിയറി ഓഫ് റിലവൻസ് തിയറി പറയുന്നത് ഡിവിഡൻഡ് ഡിസിഷൻ കമ്പനീൻ്റെ ഫേമിൻ്റെ വാല്യുവേഷനെ ബാധിക്കും എന്നാണ്. എന്നാൽ തിയറി ഓഫ് ഇറലവൻസ് പറയുന്നത് കമ്പനീൻ്റെ ഡിവിഡൻഡ് ഡിസിഷനെ ഫേമിൻ്റെ വാല്യുവേഷൻ ഒരു തരത്തിലും ബാധിക്കുന്നില്ല എന്നാണ്. റിലവൻസ് തിയറി വോൾട്ടർ, ഗോർഡൻ ഒക്കെയാണ് പറയുന്നത്. മോഡിഗിലാനിയും മില്ലറുമാണ് ഇറിലവൻസ് തിയറി. നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് നിങ്ങളെ കയ്യിലുള്ള സ്റ്റഡി മെറ്റീരിയലിൻ്റെ കോപ്പി വെച്ചിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം ഡിവിഡൻഡ് റിലവൻ്റ് ആണെങ്കിൽ റിലവൻസ് തിയറി, ഡിവിഡൻഡ് ഇറിലവൻ്റ് ആണെന്ന് പറയുന്നത് ഇറിലവൻസ് തിയറി, അങ്ങനെ ഓർത്താൽ മതി. അപ്പം 3 മോഡൽസ് പഠിക്കാണ്ട് നിങ്ങൾക്ക്: വോൾട്ടേഴ്സ് മോഡൽ, ഗോർഡൻസ് മോഡൽ, മോഡിഗിലാനി മില്ലർ മോഡൽ. ആദ്യം വോൾട്ടേഴ്സ് മോഡൽ പറയാം. പ്രൊഫസർ ജെയിംസ് ഇ വോൾട്ടർ ആണ് വോൾട്ടേഴ്സ് മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഹി സ്റ്റഡീഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ IRR ആൻഡ് KE, അതായത് ഫേമിൻ്റെ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേണും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇദ്ദേഹം പഠിക്കുന്നത്. ഇദ്ദേഹം പറയുന്നത് ഫേമിൻ്റെ ഡിവിഡൻഡ് പോളിസി അത് ഫേമിൻ്റെ വാല്യൂവിനെ മാക്സിമൈസ് ചെയ്യും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താ, ആ ക്യാപിറ്റലൈസേഷൻ റേറ്റ് അല്ലേ, എത്ര റിട്ടേൺ, അതിന് നമുക്ക് R എന്ന് പറയാം. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണെന്ന്, അത്രയും ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടായ കോസ്റ്റ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ഇൻറ്റേർണൽ റേറ്റും തമ്മിലുള്ള റിലേഷനാണ് ഇദ്ദേഹം ഓരോ ഡിവിഡൻഡ് പോളിസി അനുസരിച്ചിട്ട് മാറും. ഈ റിലേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഡിവിഡൻഡ് പോളിസീസ് ഡിസൈഡ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അതായത് ഈ പോളിസിക്ക് ഇദ്ദേഹം പറയുന്ന കുറച്ച് അസംഷൻസ് ഉണ്ട്. അതായത് ദ ഫേം ഫിനാൻസ് ഇസ് എൻറ്റയർ ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ മീൻസ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്നാണ് കമ്പനീൻ്റെ എടുത്തു വെച്ച റീറ്റെയിൻഡ് ഏർണിങ്സ് എന്നാണ് ഫേം ഫിനാൻസ് ചെയ്യുന്നത്. അല്ലാതെ പുതിയ സ്റ്റോക്കോ ഡിബഞ്ചറോ ഒന്നും ഇഷ്യൂ ചെയ്യുന്നില്ല. ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ആൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് ദ ഫേം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ദ ഫേംസ് ഏർണിങ്സ് ആർ ഈദർ ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഡിവിഡൻഡ് ഓർ റീഇൻവെസ്റ്റഡ് ഇൻറ്റേർണലി. ഒന്നെങ്കിൽ ഫേമിൻ്റെ ഏർണിങ്സ് ഡിവിഡൻഡായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും ഷെയർ ഹോൾഡേഴ്സിന്, അല്ലെങ്കിൽ കമ്പനിയിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യും. ഏർണിങ്സ് ആൻഡ് ഡിവിഡൻസ് ഓഫ് ദ ഫേം നെവർ ചേഞ്ച്, മാറൂല ഏർണിങ്സും ഡിവിഡൻഡും. ദ ഫേം ഹാസ് ലോങ് ഓർ ഇൻഫിനിറ്റ് ലൈഫ്. ഇത്രയുമാണ് അസംഷൻസ്. ഇനി ഇദ്ദേഹം പറയുന്ന തിയറി പ്രകാരം ഫേമിനെ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഗ്രോത്ത് ഫേം, നോർമൽ ഫേം, ഡിക്ലൈനിങ് ഫേം. ഗ്രോത്ത് ഫേം എന്ന് പറഞ്ഞാൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫേം. നോർമൽ ഫേം എന്ന് പറഞ്ഞാൽ നോർമൽ ഫേം. അതായത് ഗ്രോത്ത് ഫേമിൽ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ നമ്മളിവിടെ R എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. R ഈസ് ഗ്രേറ്റർ ദാൻ K എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഗ്രോത്ത് ഫേമിൽ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാളും കൂടുതലായിരിക്കും. നോർമൽ ഫേമിൽ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ വിൽ ബി ഈക്വൽ ടു K. ആൻഡ് ഡിക്ലൈനിങ് ഫേമിൽ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ വിൽ ബി ലെസ് ദാൻ K. ഡിക്ലൈനിങ്, കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഫേം. നോർമൽ ഫേം എന്ന് പറഞ്ഞാൽ മറ്റ് ഫേമിനെ പോലെ തന്നെയുള്ള നോർമൽ റിട്ടേൺസ് തരുന്ന ഫേം.
ഇപ്പോൾ ഒരു ഫേമിൻ്റെ ഡിവിഡൻഡ് പോളിസി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. ഫേമിൻ്റെ ഏർണിങ്സ് റീറ്റെയിൻ ചെയ്യണോ, അതായത് ഫേമിലേക്ക് തന്നെ റീഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റീറ്റെയിൻ ചെയ്യണോ അതോ ഡിവിഡൻ്റായിട്ട് കൊടുക്കണോ. ഫേമിന് വേണമെങ്കിൽ ഫുൾ ഏർണിങ്സ് റീറ്റെയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഫുൾ ഏർണിങ്സ് ഡിവിഡൻ്റായിട്ട് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇത്ര ശതമാനം റീറ്റെയിൻ ചെയ്തിട്ട് ഇത്ര ശതമാനം ഡിവിഡൻ്റായിട്ട് കൊടുക്കാം. അപ്പോൾ എങ്ങനെ തീരുമാനിക്കുക എന്നുള്ളത് ഗ്രോത്ത് ഫേം ആണോ, നോർമൽ ഫേം ആണോ, ഡിക്ലൈനിങ് ഫേം ആണോ എന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ എന്നാണ് വോൾട്ടർ പറയുന്നത്. ഇപ്പോൾ ഗ്രോത്ത് ഫേം ആണെങ്കിൽ മറ്റ് ഫേമിൽ ഇതേപോലത്തെ മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഏർണിങ്സ് ഈ ഫേമിൽ തന്നെ കിട്ടും അല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ട, ഗ്രോത്ത് ഫേം ആണെങ്കിൽ എന്ത് ചെയ്യേണ്ട, ഡിവിഡൻ്റായിട്ട് കൊടുക്കേണ്ട, ഫേമിൽ തന്നെ റീറ്റെയിൻ ചെയ്യുന്നതാണ് ആ ഇൻവെസ്റ്റ്മെൻറ്റ്, ഫേമിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ലാഭം. അതുകൊണ്ട് 100% റിസർവ് ആക്കിയിട്ട് വെക്കുക. ഫുൾ ഇതിലെ പ്രോഫിറ്റ് റിസർവ് ആയിട്ട് ഫേമിൽ തന്നെ വെക്കുക. 0 പേ ഔട്ട് റേഷ്യോ. പേ ഔട്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്ര ഡിവിഡൻ്റായിട്ട് പേ ഔട്ട് ചെയ്യുന്നു. അപ്പോൾ പേ ഔട്ട് റേഷ്യോ 0 ആക്കുക എന്നതാണ് ഗ്രോത്ത് ഫേമിന് നല്ലതെന്നാണ് വോൾട്ടർ പറയുന്നത്. അതായത് 100% റീറ്റെയിൻ ചെയ്യുക, ഡിവിഡൻഡ് കൊടുക്കുകയേ വേണ്ട ഗ്രോത്ത് ഫേമിന്. ഇനി നോർമൽ ഫേം എന്ന് പറഞ്ഞാൽ മറ്റ് ഫേം കൊടുക്കുന്ന അതേ റേറ്റ് തന്നെയാണ് ഈ ഫേമും കൊടുക്കുന്നത്. R=K. മറ്റൊരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്താലും അതേ റിട്ടേൺസ് കിട്ടും, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്താലും അതേ റിട്ടേൺസ് കിട്ടും. അതുകൊണ്ട് ഫേമിന് എന്തും ചെയ്യാം, അതായത് റീറ്റെയിൻ ചെയ്യണമെങ്കിൽ റീറ്റെയിൻ ചെയ്യുക, ഡിവിഡൻ്റായി കൊടുക്കണമെങ്കിൽ ഡിവിഡൻ്റായി കൊടുക്കുക. എന്ത് ചെയ്താലും ഒരു എഫക്റ്റും വ്യത്യാസം ഉണ്ടാവില്ല ഫേമിൻ്റെ വാല്യൂവിൽ നോർമൽ ഫേമിൽ. ഇനി ഡിക്ലൈനിങ് ഫേം, മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കുന്നേക്കാളും കുറച്ച് റിട്ടേൺസ് കൊടുക്കുന്നതാണെങ്കിലാണ് ഡിക്ലൈനിങ് ഫേം എന്ന് വിളിക്കുക അല്ലേ. മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാളും മിനിമം റേറ്റ് പോലും കൊടുക്കാൻ കഴിയാതെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാളും കുറവാണ് റേറ്റ് ഓഫ് റിട്ടേൺ, അങ്ങനെ ആകുമ്പോഴാണ് ഡിക്ലൈനിങ് ഫേം എന്ന് വിളിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഫേമിൽ എത്ര ഡിവിഡൻഡ് കൊടുക്കണം, എത്ര റീറ്റെയിൻഡ് ഏർണിങ്സ് കൊടുക്കണം എന്ന് നോക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഫേമിൽ ഡിവിഡൻഡ് കൊടുക്കുന്നതാണ് നല്ലത്, റീറ്റെയിൻ ചെയ്യണ്ട എന്നതാണ് വോൾട്ടർ പറയുന്നത്. കാരണം ഡിവിഡൻ്റായി കൊടുത്തിട്ടില്ലെങ്കിൽ റീറ്റെയിൻ ചെയ്തതുകൊണ്ട് കാര്യമില്ല ഫേമിൽ അല്ലേ. മറ്റ് ഫേമിൻ്റെ അത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ കുറവാണ്. അപ്പോൾ റീറ്റെയിൻ ചെയ്താൽ റേറ്റ് ഓഫ് റിട്ടേൺ അത്രയും കുറച്ചല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഡിവിഡൻ്റായിട്ട് പേ ഔട്ട് റേഷ്യോ കൂട്ടുന്നതാണ് നല്ലത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഗ്രോത്ത് ഫേമിൽ പേ ഔട്ട് റേഷ്യോ വേണ്ട, അതായത് ഡിവിഡൻഡ് കൊടുക്കണ്ട, മുഴുവനും റിസർവ് ആക്കി വെക്കാം. നോർമൽ ഫേമിൽ എന്തും ചെയ്യാം, രണ്ടും കണക്കാണ്. ഡിക്ലൈനിങ് ഫേമിൽ പേ ഔട്ട് റേഷ്യോ കൂട്ടുന്നതാണ് നല്ലത്, ഡിവിഡൻഡ് കൊടുക്കുന്നതാണ് നല്ലത്, റിസർവ് ആയിട്ട് വെക്കണ്ട. ഇനി വോൾട്ടറിൻ്റെ ഫോർമുല നോക്കാം. D+R/K × E - D/K. P എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ, അത് കാണാൻ ഡിവിഡൻഡ് പെർ ഷെയർ, പ്ലസ് R എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ് നമുക്കറിയാം, K കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഇൻറ്റു E എന്ന് പറഞ്ഞാൽ ഏർണിങ്സ് പെർ ഷെയർ മൈനസ് D ഡിവിഡൻഡ് എത്ര കൊടുക്കുന്നത് പെർ ഷെയർ, D/, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ നമുക്ക് നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റഡി മെറ്റീരിയലിൽ പേജ് നമ്പറും സെയിം ആണോന്ന് എനിക്കറിയില്ല. എക്സാമ്പിൾ 1 നോക്കാം. The earnings per share of a company is ₹8. Earnings per share എന്ന് പറഞ്ഞാൽ E അല്ലേ, E is 8. And the rate of capitalization applicable is 10%. Rate of capitalization എന്ന് പറഞ്ഞാൽ cost of capital, K 10%. The company has before it an option of adopting 50% അല്ലെങ്കിൽ 75% ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. അതായത് കമ്പനീൻ്റെ മുന്നിൽ 2 ഓപ്ഷനാണുള്ളത്, ഒന്നെങ്കിൽ 50% ഡിവിഡൻഡ് കൊടുക്കുക, അല്ലെങ്കിൽ 75% ഡിവിഡൻഡ് കൊടുക്കുക. കമ്പ്യൂട്ട് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ കമ്പനീസ് കോട്ടഡ് ഷെയർ ആസ് പെർ വോൾട്ടേഴ്സ് മോഡൽ പ്രകാരം ഇഫ് ഇറ്റ് ക്യാൻ ഏൺ എ റിട്ടേൺ ഓഫ് 15% റിട്ടേൺ ഉണ്ടെങ്കിൽ എങ്ങനെ ചെയ്യണം,
10% റിട്ടേൺ ഉണ്ടെങ്കിൽ എങ്ങനെ ചെയ്യണം, 5% റിട്ടേൺ ഉണ്ടെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇതാണ് 6 അല്ലേ, റീറ്റെയിൻഡ് ഏർണിങ്സ് 6. നമുക്ക് ഡിവിഡൻഡ് എത്ര കൊടുക്കണം എന്നാണ് തീരുമാനിക്കേണ്ടത്. 6 നമുക്കറിയാം കേനേക്കാളും കൂടുതലാണെങ്കിൽ നമുക്ക് തന്ന കെ 10% ആണ്. 6 3 തന്നിട്ടുണ്ട്. 15 ആണെങ്കിൽ ഏത് സിറ്റുവേഷനിൽ വരും, ആർ ഈസ് ഗ്രേറ്റർ ദാൻ കെ ആയി അല്ലേ. 15% ആറും കെ 10 ആകുമ്പോൾ ആർ ഈസ് ഗ്രേറ്റർ ദാൻ കെ ആയി. രണ്ടാമത്തെ സിറ്റുവേഷൻ 10% ആണ്. അപ്പോൾ എന്തായി, നമ്മൾ കെ 10% ആണ്. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു കെ നോർമൽ ഫോമിൻ്റെതായി. ഇനി 5% എന്ന് പറയുമ്പോൾ ആർ ഈസ് ലെസ് ദാൻ കെ ആയി അല്ലേ. 6 5%ഉം കെ 10% ആകുമ്പോൾ ആർ ഈസ് ലെസ് ദാൻ കെ ഡിക്ലൈനിങ് ഫേമായി. അപ്പോൾ 3 സിറ്റുവേഷനും കിട്ടി. അപ്പോൾ നമ്മൾ 3 സിറ്റുവേഷൻ, അതായത് സിറ്റുവേഷൻ 1 ആർ ഈസ് 15%, കെ ഈസ് 10%. അപ്പോൾ ആർ ഈസ് ഗ്രേറ്റർ ദാൻ കെ. രണ്ടാമത്തെ സിറ്റുവേഷൻ ആർ ഈസ് 10%, കെ ഈസ് 10%. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു കെ. മൂന്നാമത്തെ സിറ്റുവേഷൻ ആർ ഈസ് 5%, കെ ഈസ് 10%. അപ്പോൾ ആർ ഈസ് ലെസ് ദാൻ കെ. ഈ 3 സിറ്റുവേഷനിലും എ ബി എന്ന് പറഞ്ഞ് 2 തന്നിട്ടുണ്ട്. അതായത് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ 50% ആണെങ്കിൽ എത്രയെന്ന് കാണാം, ഡിവിഡൻഡ് പേ ഓഫ് റേഷ്യോ 75% എത്രയാണെന്ന് കാണാം. അത് 3നും അങ്ങനെ കാണാം. ഡിവിഡൻഡ് പേ ഓഫ് റേഷ്യോ 50% ആണെങ്കിൽ എങ്ങനെ, 75% ആണെങ്കിൽ എങ്ങനെ. ഓക്കെ, അപ്പോൾ ആ ഫോർമുല വെച്ച് ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ ഡിവിഡൻഡ് 50%, 50% കൊടുക്കുന്നത് ഏർണിങ്സിൻ്റെ അല്ലേ. അപ്പോൾ ഏർണിങ്സ് എത്രയാണ്, 8. അപ്പോൾ ഡിവിഡൻഡ് പെയ്ഡ് എത്ര ആയിരിക്കും, ഈസിക്കൽ ടു ഏർണിങ്സിൻ്റെ 50%. ഇപ്പോൾ 8ൻ്റെ 50% ഇപ്പോൾ 4. ഇപ്പോൾ 4 രൂപ, ₹4 ആയിരിക്കും ഡിവിഡൻഡ്. ഇനി ഫോർമുല വെച്ച് ചെയ്തൂടെ, ഡി പ്ലസ് ആർ ബൈ കെ ഇൻറ്റു ഇ ബൈ ഇ മൈനസ് ടി. ഇപ്പോൾ പി എന്ന് പറഞ്ഞാൽ ഫേമിൻ്റെ വാല്യൂ, അതായത് ഫേമിൻ്റെ മാർക്കറ്റ് വാല്യൂ കാണാൻ. ഡി എന്ന് പറഞ്ഞാൽ എത്രയാണ് നമ്മൾ കണ്ടത്, 4 പ്ലസ് ആർ ബൈ കെ. ആർ എത്ര, ആറ് 15% ആണ്. 15%നെ 15/100 ചെയ്യുമ്പോൾ 0.15 ബൈ കെ. കെ എത്ര, 10% ആകുമ്പോൾ 0.10 ഇൻറ്റു ഇ മൈനസ് ടി. ഇ എത്ര, 8 മൈനസ് ഡി 4 വോൾ ഡിവൈഡഡ് ബൈ കെ. കെ എന്ന് പറയുമ്പോൾ ഇവിടെ കെ 10, 0.10. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, ബ്രാക്കറ്റിലുള്ളതാണ് ചെയ്യുക അല്ലേ. ബോർഡ് മാസ് തിയറി ബ്രാക്കറ്റിലുള്ളത് ചെയ്യുക, പിന്നെ ഡിവിഷൻ ചെയ്യുക, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, പിന്നെ അഡീഷൻ, സബ്ട്രാക്ഷൻ. അപ്പോൾ 8 - 4 4. പിന്നെ 0.15 ഡിവൈഡഡ് ബൈ 0.10 1.5. അപ്പോൾ 4 പ്ലസ് 1.5 ഇൻറ്റു 4 ബൈ 0.10 ഈക്വൽ ടു, ഇനി എന്താ ചെയ്യുക, ആദ്യം ഇത് രണ്ടും ചെയ്യാം. 1.5 ഇൻറ്റു 4 ഈക്വൽ ടു 6. അപ്പോൾ 4 + 6 10. ₹100. ഇതേപോലെ 75% ആണെങ്കിൽ ചെയ്യാം. 75% ആണെങ്കിൽ ഡിവിഡൻറ്റിൻ്റെ, ഇപ്പോൾ ഡിവിഡൻറ്റ് പെയ്ഡ് എത്ര ആവും, ഡിവിഡൻറ്റ് പെയ്ഡ് ഈക്വൽ ടു 8ൻ്റെ 75%. നേരത്തെ 50% അല്ലേ ചെയ്തത്, ഇപ്പം 8ൻ്റെ 75%. 8ൻ്റെ 75% ഈസ് 6 rupees. ഇനി ഇതന്നെ 6 വെച്ചിട്ട് ചെയ്യാം, ഫോർമുല യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇതന്നെ ഡിവിഡൻഡ് പെയ്ഡ് 6 വെച്ചിട്ട് ചെയ്യാം. 6 + 0.15 ബൈ
0.10 ഇൻറ്റു 8 മൈനസ് 6 ബൈ 0.10, അപ്പോൾ 90 കിട്ടും. ഇതേപോലെ തന്നെ 10% 10% ആണെങ്കിൽ 50% വെച്ചിട്ടും 75% വെച്ച് ചെയ്യുക, ഇതും ചെയ്യുക. ഞാൻ ഓരോന്ന് ചെയ്തിട്ട് ബോറടിപ്പിക്കുന്നില്ല. അപ്പം സെക്കൻഡ് അതിൽ 6 മാത്രമേ മാറുന്നുള്ളൂ. ബാക്കി ഡിവിഡൻഡ് പെയ്ഡ് 50% ആകുമ്പോൾ 4 തന്നെ, 75% ആകുമ്പോൾ 6 തന്നെ. ഇവിടെ അങ്ങനെ തന്നെ. ഇവിടെ 5% ആവുന്നുള്ളൂ ഫോർമുലയിൽ, ബാക്കി ഒക്കെ സെയിം തന്നെയാണ്. നിങ്ങളെ സ്റ്റഡി മെറ്റീരിയലുള്ള സെയിം ക്വസ്റ്റ്യൻ ആണ്. ഫേമിൻ്റെ R ഈസ് ഗ്രേറ്റർ ദാൻ K, അതായത് ഗ്രോത്ത് ഫേമിൽ ഡിവിഡൻഡ് 50% ആയപ്പോൾ ഫേമിൻ്റെ വാല്യൂ 100ഉം ഡിവിഡൻഡ് ഇനിയും കൂട്ടി 75% കൊടുക്കാൻ നോക്കിയപ്പോൾ ഫേമിൻ്റെ വാല്യൂ കുറഞ്ഞ് 90 ആയി. കണ്ടോ? അതുകൊണ്ട് ഡിവിഡൻഡ് കൂട്ടി കൊടുക്കുന്നത് ഗ്രോത്ത് ഫേമിൽ നല്ലതല്ല, ഫേമിൻ്റെ വാല്യൂ കുറയാണ് ചെയ്യുന്നത് അല്ലേ. എന്നാൽ നോർമൽ ഫേമിൽ Rഉം Kയും ഈക്വൽ ആവുമ്പോൾ ഡിവിഡൻഡ് 50% ആക്കിയപ്പോൾ ഫേമിൻ്റെ വാല്യൂ 80, ഡിവിഡൻഡ് 75% ആക്കി കൂട്ടിയപ്പോഴും ഫേമിൻ്റെ വാല്യൂ 80. അതാണ് പറയുന്നത് എന്ത് ചെയ്താലും ഈക്വലാണ്, ഫേമിൻ്റെ വാല്യൂവിനെ ബാധിക്കുന്നില്ല എന്ന്. ഇനി ഡിക്ലൈനിങ് ഫേമിൽ R ഈസ് ലെസ്സർ ദാൻ K ആണെങ്കിൽ ഡിവിഡൻഡ് 50% ആയപ്പോൾ ഫേമിൻ്റെ വാല്യൂ 60 കിട്ടി, ഡിവിഡൻഡ് 75% ആക്കി കൂട്ടിയപ്പോൾ ഫേമിൻ്റെ വാല്യൂ കുറയാണ് ചെയ്തത്. കണ്ടോ? 70 ആയിട്ട് ഡിവിഡൻഡ് കൂട്ടിയപ്പോൾ ഫേമിൻ്റെ വാല്യൂ കൂടാണ് ചെയ്തത്, 70 ആയിട്ട് കൂടി. അതുകൊണ്ട് ഡിക്ലൈനിങ് ഫേമിൽ ഡിവിഡൻഡ് കൂടുതൽ കൊടുക്കുന്നതാണ് നല്ലതെന്ന് പ്രൂവ് ചെയ്തു. ഇതൊക്കെ ചെയ്ത് നോക്കണേ, വെറുതെ കണ്ടാൽ പോരാ.